ഹായ്, വെൽക്കം ബാക്ക് ടു യൂണിവേഴ്സ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഞാൻ ഇപ്പോൾ അടുത്ത് ട്വിറ്ററിലൊരു ട്വീറ്റ് കണ്ടിരുന്നു ഒരു ചങ്ങായിയുടെ. അതിൽ ആ ചങ്ങായി എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മൾ ചാറ്റ് GPT യൂസ് ചെയ്യുന്ന ടൈമിൽ പ്ലീസ് അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ പറയലുണ്ടല്ലോ. ഞാൻ പറയാറില്ല, അങ്ങനെ പറയുന്നവർ കുറേ ഉണ്ടെന്നുള്ള ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ പറയുന്ന ടൈമിൽ ചാറ്റ് GPTക്ക് ഒരുപാട് എനർജി കോസ്റ്റ് ഉണ്ട്, ഇലക്ട്രിസിറ്റി കോസ്റ്റ്. അത് എത്രയെന്ന് ചോദിച്ചിട്ടുള്ളൊരു ട്വീറ്റ് വന്നിരുന്നു. അതിന് ആൻസർ തന്നതാരാച്ചിട്ടോ, സാക്ഷാൽ സാം ആൾട്ട്മാൻ, ചാറ്റ് GPTയുടെ ഫൗണ്ടർ പറഞ്ഞത് എന്താ വെച്ചിട്ടോ, ടെൻസ് ഓഫ് മില്യൺസ് ഓഫ് ഡോളർ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. യു നെവർ നോ എന്ന് പറഞ്ഞു. സി ലൈക്ക്, അപ്പം ഞാൻ വണ്ടറായി പോയി, ഒരു ചാറ്റ് GPTയിൽ താങ്ക് യു അല്ലെങ്കിൽ പ്ലീസ് എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇത്രയും കോസ്റ്റ് എങ്ങനെയാവുന്നത് എന്നുള്ളൊരു മൈൻഡ് പോയി. സോ ലെറ്റ്സ് ഡീകോഡ് ദിസ് ആൻഡ് വാട്ട്സ് ഹാപ്പനിങ് ഇൻസൈഡ് ചാറ്റ് GPT. യെസ്, ലെറ്റ്സ് ഗോ ത്രൂ ദിസ്. ഫസ്റ്റ്ലി നമുക്ക് ചാറ്റ് GPT എങ്ങനെ വർക്കാവുമെന്ന് നോക്കാം. നമ്മൾ ഒരു ക്വയറി കൊടുക്കുന്ന ടൈമിൽ അത് അതിൻ്റെ ഡാറ്റാ സെൻറ്ററിലോട്ട് പോകുന്നു. അവിടെയുള്ള സെർവറുകൾ അത് പ്രോസസ്സ് ചെയ്യുന്നു. ഈ സെർവറുകൾ പ്രോസസ്സ് ചെയ്യാൻ ഇറ്റ് നീഡ് ആൻ ഇലക്ട്രിസിറ്റി. അപ്പോൾ ചാറ്റ് GPT ബേസിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാവ് ആൻ ലൈക്ക് 400 മില്യൺ യൂസേഴ്സ് വീക്ക്ലി. ഈ യൂസേഴ്സൊക്കെ ക്വയറി ചെയ്യുന്ന ടൈമിൽ ഇറ്റ്സ് നീഡ് ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മൾ പ്ലീസ് അല്ലെങ്കിൽ താങ്ക് യു എന്നുള്ള ഇങ്ങനത്തെ പൊളൈറ്റ് ആയിട്ടുള്ള വേർഡുകൾ ആക്ച്വലി യൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ വേർഡാണ്. ഈ എക്സ്ട്രാ വേർഡ് പ്രോസസ്സ് ആവുന്നു. ആ പ്രോസസ്സിങ്ങിന് ചെറിയൊരു എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. അങ്ങനെ 3 മില്യൺസ് ഓഫ് പീപ്പിളിൽ ഇത്രയും ആൾക്കാർ ഇങ്ങനെ പ്ലീസ് അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഇറ്റ് സ്പെൻഡ്സ് ഇലക്ട്രിസിറ്റി. ദിസ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഹിയർ. നിങ്ങൾക്കറിയോ ചാറ്റ് GPTക്ക് 1.059 ബില്യൺ കിലോവാട്ട് ഹവേഴ്സ് ഇലക്ട്രിസിറ്റി ഇയർലി വേണം. അതേപോലെ തന്നെ ഇറ്റ് കോസ്റ്റ് ലൈക്ക് $140 മില്യൺ പെർ ഇയർ എനർജി കോസ്റ്റിന് ആവശ്യമായിട്ട്. അതേപോലെ തന്നെ ചാറ്റ് GPT ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് യു ആർ വെൽക്കം എന്നുള്ള റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇറ്റ് നീഡ്സ് 40 to 50 മില്ലി ലിറ്റർ വാട്ടർ. ബിക്കോസ് ഇതിൻ്റെ ബാക്ക് എൻഡിലുള്ള സെർവർ ചൂടാവുന്ന ടൈമിൽ അത് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും എമൗണ്ട് വെള്ളം ആവശ്യമുണ്ട് ഫോർ ദിസ് സ്മാൾ റെസ്പോൺസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ റെഡിക്കും ചിന്തിക്കണം, ഇങ്ങനത്തെ ഈ ലാർജ് ലാംഗ്വേജ് മോഡലൊക്കെ എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന്. എനിക്ക് തോന്നുന്നു, ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ, ഇറ്റ്സ് നോട്ട്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.